ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തിലെ ഏറ്റവും മഹത്തായ സംഗീതജ്ഞരിൽ ഒരാളായിരുന്നു ലൂഡ്വിഗ് വാൻ ബീഥോവൻ. ബാല്യകാലം മുതൽ തന്നെ അദ്ദേഹം സ്വരരാഗങ്ങളുടെ ലോകത്ത് ജീവിച്ചു. ലോകത്തിലെ ഏറ്റവും മഹത്തായ സംഗീതജ്ഞരിൽ ഒരാളായി അദ്ദേഹം വാഴ്ത്തപ്പെട്ടു. എന്നാൽ ഏകദേശം 20-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു കരിനിഴൽ വീണു. ബീഥോവന് തൻ്റെ ശ്രവണശക്തി നഷ്ടപ്പെട്ടു തുടങ്ങി. ഒരു സംഗീതജ്ഞനെ സംബന്ധിച്ചിടത്തോളം കേൾവിശക്തി നഷ്ടമാവുക എന്നതിനേക്കാൾ വലിയ ദുരന്തമില്ല. കാരണം തൻ്റെ മനോഹരമായ സംഗീതം സൃഷ്ടിക്കുന്നതിനും അത് ലോകത്തിനു മുന്നിൽ അനേക കച്ചേരികളിൽ പങ്കെടുത്ത് പരിചയപ്പെടുത്തുന്നതിനും കേൾവി ആവശ്യമായിരുന്നു. ഈ കരിനിഴൽ തൻ്റെ ഔദ്യോഗിക ജീവിതം തകർക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അദ്ദേഹത്തോട് അടുത്തറിഞ്ഞവർ പോലും ഇനി എങ്ങനെ സംഗീതം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് പരിതപിച്ചു. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്തിനാണ് എനിക്ക് മാത്രം ഇത്രയും പ്രശ്നങ്ങൾ എന്ന് വിലപിക്കുന്നതിന് പകരം പ്രശ്നങ്ങൾ പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുന്നു എന്ന് ബീഥോവൻ ചിന്തിച്ചു. തൻ്റെ ജീവിതത്തിൽ ശ്രവണശേഷി കുറഞ്ഞു വരുന്ന ഈ കരിനിഴൽ വീഴ്ത്തിയപ്പോൾ അദ്ദേഹം നഗര ജീവിതത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി ഗ്രാമത്തിലേക്ക് താമസം മാറ്റി. അവിടെ പ്രകൃതി അദ്ദേഹത്തെ പുതിയ സംഗീതം പഠിപ്പിച്ചു. മൃദുലമായ കാറ്റും പക്ഷികളുടെ കൂജിതവും ഇലകളുടെ താളവും അദ്ദേഹത്തിന് പുതിയ ഒരു ശ്രുതി പകർന്നു നൽകി. ജീവിതത്തിലെ കരിനിഴൽ ശ്രദ്ധിക്കാതെ ആ നിഴൽ ഉണ്ടാക്കാൻ കാരണമായ പ്രകാശത്തിലേക്ക് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അങ്ങനെ ശ്രവണശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടപ്പോൾ പോലും തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ദിവ്യസ്വരം കേൾക്കുവാൻ ബീഥോവന് കഴിഞ്ഞു. ലോകം അതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ളതായിരുന്നു ആ ശ്രുതി. ഈ ഉൾനാദത്തിൽ നിന്നാണ് അദ്ദേഹം ലോകത്തെ വിസ്മയിപ്പിച്ച 6th സിംഫണി പോലുള്ള സംഗീത കലകൾ സൃഷ്ടിച്ചത്. ബീഥോവന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന പാഠം വളരെ വലുതാണ്. നിഴലുണ്ടാകുവാൻ പിന്നിൽ വെളിച്ചം വേണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും വേദനകളും ദൈവത്തിൻ്റെ കൃപയുടെ അല്ലെങ്കിൽ ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള വിളിയുടെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് റോമർ 8:28 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ കരിനിഴൽ വീഴുമ്പോൾ എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് ചിന്തിച്ച് നിരാശയെ ജീവിതം നശിപ്പിക്കാതെ ആ നിഴൽ വീഴ്ത്താൻ കാരണമായ പ്രകാശം പിന്നിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ പ്രകാശത്തിൽ ആശ്രയിക്കുവാൻ നമുക്കിടയാകട്ടെ. നിഴലല്ല, പ്രകാശമാണ് നമ്മെ നയിക്കുന്നത് എന്ന ബോധ്യത്തിൽ സത്യപ്രകാശമായ ക്രിസ്തുവിൽ നമുക്ക് ആശ്രയിക്കാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇരുൾ മൂടും എന്നുടെ പാതയിൽ നിന്റെ വചനമയക്കൂ. കൂരിരുൾ മൂടും എന്നുടെ പാതയിൽ നിന്റെ വചനമയക്കൂ. എന്നുടെ പാതയിൽ നിന്റെ വചനം വഴിവിളക്കായി മാറ്റൂ. എന്നുടെ പാതയിൽ നിന്റെ വചനം വഴിവിളക്കായി മാറ്റൂ. വരനിരയാൽ ആത്മാവിൽ ഒളിവിതറൂ നാഥ, തിരുമുമ്പിൽ തെളിയുന്ന തിരിയായി മാറ്റൂ. വരനിരയാൽ ആത്മാവിൽ ഒളിവിതറൂ നാഥ, തിരുമുമ്പിൽ തെളിയുന്ന തിരിയായി മാറ്റൂ. പ്രകാശം തേടുന്നു ഞാൻ, പ്രസാദം തേടുന്നു ഞാൻ, പ്രണവം ചൊല്ലുന്നു മുന്നിൽ, പ്രപഞ്ചനാഥ കനിയൂ. വരനിരയാൽ ആത്മാവിൽ ഒളിവിതറൂ നാഥ, തിരുമുമ്പിൽ തെളിയുന്ന തിരിയായി മാറ്റൂ. വരനിരയാൽ ആത്മാവിൽ ഒളിവിതറൂ നാഥ, തിരുമുമ്പിൽ തെളിയുന്ന തിരിയായി മാറ്റൂ. പ്രകാശം തേടുന്നു